ജെ.എസ്. മീഡിയ മലയാളം ക്രിസ്ത്യൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മോടൊപ്പം ഒരു ഗസ്റ്റ് ഉണ്ട്. ബഹുമാനപ്പെട്ട പ്രതീഷ് ജോസഫ് അച്ഛനാണ്. അച്ഛൻ എന്ന് പറയുമ്പോൾ വൈദികൻ, ദേവാലയ ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. എങ്കിൽ തന്നെയും അച്ഛൻ അതേസമയം തന്നെ ഒരു ഫാമിലി തെറാപ്പിസ്റ്റും കൗൺസിലറും കൂടിയാണ്. കഴിഞ്ഞ 10 വർഷത്തിൽ കൂടുതലായി അനേകം പേർക്ക് മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരവും ആശ്വാസവും നൽകാൻ അച്ഛൻ കാരണമായി തീർന്നിട്ടുണ്ട്. നമുക്കിന്ന് അച്ഛനെ പരിചയപ്പെടാം. നമസ്കാരം അച്ഛൻ. നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു. ഓക്കെ. സാധാരണ പല വൈദികരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ വൈദികർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭയങ്കര തിരക്കിലാണ്, ഒട്ടും സമയമില്ല, ഭയങ്കര തിരക്കിലാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു വൈദികൻ ഇങ്ങനെ ഒരേ സമയം തന്നെ തിരക്കുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ തന്നെ ഇതുപോലെ ഫാമിലി തെറാപ്പി കൗൺസിലിങ്ങോടെ ഒരേ സമയം തന്നെ മുന്നോട്ട് കൊണ്ടുവന്നു. അച്ഛൻ ഇത് എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഞാൻ അതിശയിക്കുന്നത്. അതിനെപ്പറ്റി അച്ഛൻ എങ്ങനെ കൊണ്ടുവന്നു? അതാണ് എനിക്ക്. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ഞാൻ മാത്രമല്ല, ഒത്തിരി വൈദികർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. വൈദിക ശുശ്രൂഷയുടെ കൂടെ തന്നെ പാട്ട് ചെയ്യുന്നവരുണ്ട്, വൈദിക ശുശ്രൂഷയുടെ തന്നെ തെറാപ്പി ചെയ്യുന്നവരുണ്ട്, മറ്റു പല ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഇത് എൻ്റെ ഒരു പാഷൻ ആയിരുന്നു. സൈക്കോളജി വാസ് മൈ പാഷൻ. സൈക്കോളജി, ഫാമിലി തെറാപ്പി. ഒരാളുടെ ജീവിതത്തിൽ അയാളെ കണ്ട് അയാളെ അയാളുടെ കൂടെ നടന്ന് അയാളെ ഗൈഡ് ചെയ്ത് അയാളുടെ പ്രോബ്ലത്തിന് പുറത്ത് കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ്. സോ ഐ യൂസ് ടു ഡു ദാറ്റ് ഈവൻ ബിഫോർ തെറാപ്പി. പഠിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്കത് ഇഷ്ടമായിരുന്നു, ഒരാളുടെ കൂടെ നടക്കാനും അയാളെ ഒന്ന് ഗൈഡ് ചെയ്യാനും ഒക്കെ. എന്നാൽ അത് ആ ആളുടെ ജീവിതം മാറ്റിമറിക്കും, പക്ഷെ എന്റെയും ജീവിതം മാറ്റിമറിക്കും എന്ന് ചിന്തിച്ചപ്പോൾ ഇറ്റ് വാസ് എ ക്യൂരിയോസിറ്റി ടു ലേൺ. അങ്ങനെയാണ് സൈക്കോളജി പഠിക്കാൻ ഇടയായത്, സൈക്കോളജിയിൽ വരാനിടയായത്. അങ്ങനെ കുറെ വർഷമായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാന് പഠിച്ചത്, ഞാനൊരു സൈക്കോളജി സ്റ്റുഡന്റ് അല്ലായിരുന്നു. സോ ഐ വാസ് എ ലിറ്ററേച്ചർ സ്റ്റുഡന്റ്, BA MA ലിറ്ററേച്ചർ ഫ്രം മദ്രാസ് ക്രിസ്ത്യൻ കോളേജ്. അത് കഴിഞ്ഞിട്ട് പിന്നെ BD പഠിച്ചു, അച്ചമ്പട്ടം. അത് 4 years കോഴ്സാണ്. അവിടെ വി ലേൺ ബേസിക് സൈക്കോളജി ഒക്കെ പഠിക്കുന്നുണ്ട് അവിടെ. അത് കഴിഞ്ഞ് അച്ഛനായ ശേഷം ഇങ്ങനെ എനിക്ക് എൻ്റെ താല്പര്യം ഇതായതുകൊണ്ട് ഐ ended up in psychology. I married to a person who is connected to this. My wife is an occupational therapist actually, oncology related. So we shared a lot of cases in between. Clients ഒക്കെ ഇങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ രണ്ടുപേരും ക്ലയൻസും പേഷ്യന്റിന്റെ കൂടെ അങ്ങനെ അതൊരു വലിയ ശുശ്രൂഷയാണ് എന്റെ വിശ്വാസം. വലിയ ശുശ്രൂഷയാണ്, ഒരേ സമയം ദൈവിക ശുശ്രൂഷയും ഇതെല്ലാം കൂടെ. അതെ. അതിനുശേഷം ഞാൻ MSc ഫാമിലി തെറാപ്പി ചെയ്തു. അതിനുശേഷം MSc സൈക്കോളജി ചെയ്തു. അതിനുശേഷം PG ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് ആൻഡ് സൈക്കോപത്തോളജി ചെയ്തു. ഇപ്പോഴും അച്ഛൻ പഠിച്ചോണ്ടിരിക്കുകയല്ലേ? എങ്ങനെ സാധിക്കുന്നു? ക്യൂരിയോസിറ്റിയോട് പഠിക്കുന്നുള്ളത്. ക്യൂരിയോസിറ്റി ആൻഡ് ലവ്. ഐ ലവ് ടു ലേൺ. ഈ ഒരു ഫീൽഡ് എനിക്ക് പഠിക്കാൻ പറ്റാത്ത പലതും ഉണ്ട്. മാത്തമാറ്റിക്സ് എന്റെ കപ്പ് ഓഫ് ടീ അല്ല, ഫിസിക്സ് കെമിസ്ട്രി എനിക്ക് പറ്റത്തില്ല. എനിക്ക് സൈക്കോളജി പറ്റും, ലിറ്ററേച്ചർ പറ്റും, എന്നെ കൊണ്ടാവുന്നത്. അതിനുശേഷം ഞാൻ PG ഡിപ്ലോമ ഇൻ സൈക്കോ തെറാപ്പി ചെയ്തു, മാസ്റ്റർ കോഴ്സ് ഇൻ തെറാപ്പി ചെയ്തു. ഡിപ്ലോമാസ് ഇൻ ചൈൽഡ് സൈക്കോളജി, അഡോളസൻസ് കൗൺസിലിംഗ്, ഡിഫറെന്റ് തെറാപ്പീസ് ലൈക്ക് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. ഇപ്പൊ ഞാൻ ഐ ended up in ഡോക്ടറൽ സ്റ്റഡീസ്, 4th year. ഇതിനിടയ്ക്ക് ഒരു കാര്യം, അച്ഛൻ ഇപ്പൊ ആക്ച്വലി ഏത് സ്ഥലത്താണ്? ഇപ്പൊ ഞാൻ മുംബൈയിലാണ്. മുംബൈയിൽ എവിടെ? നവി മുംബൈയിലാണ്. അപ്പം പള്ളി വികാരിയായിട്ട് ഏത് പള്ളിയുണ്ട്? നെരൂൾ ഒരു പള്ളിയുണ്ട്, കോൺഫറൻസ് സെന്റർ ഉണ്ട് ഡയസിന്റെ. സോ ഐ വർക്ക് വിത്ത് ബോത്ത് ആൻഡ് ഇൻഡിവിജ്വൽ പ്രാക്ടീസസ് ഉണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഡോക്ടറൽ സ്റ്റഡീസ് 4th year റൺ ചെയ്യുന്നു. തീസിസ് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഫാമിലി തെറാപ്പിയിലാണ് തീസിസ്. ഐ വർക്ക് ഓൺ കൺജോയിന്റ് ഫാമിലി തെറാപ്പീസ്. വെർജീനിയ സെറ്റയറിന്റെ കൺജോയിന്റ് ഫാമിലി തെറാപ്പിയുടെ എഫക്റ്റീവ്നെസ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ വി വർക്ക് വിത്ത് യങ് കപ്പിൾസ്. സോ ഒരു ലോങ് പ്രോസസ് ആണ്, റിസർച്ച് ആണല്ലോ. ഓരോ കപ്പിൾസിനെ കാണണം, ഇന്ററാക്ട് ചെയ്യണം. 200 ഫാമിലീസ്. ക്ലയൻസ് എങ്ങനെ അച്ഛൻ്റെ അടുത്ത് വരികയാണ്? എങ്ങനെ അച്ഛനെ? ബേസിക്കലി ഐ ഡോണ്ട് വർക്ക് ഓൺ കൊമേഴ്ഷ്യൽ ബേസിസ്. ഐ ആം എ വെരി മിനിമലിസ്റ്റ് പേഴ്സൺ. അപ്പൊ എന്റെ ക്ലയൻസ് റെഫർ ചെയ്യുന്ന കേസാണ് എനിക്കുള്ളത്. ഫോർ എക്സാമ്പിൾ, യു ഗോട്ട് ഹീൽഡ്. So when somebody comes to you, refer to me.
So yeah, I don't want to be a full-fledged, I'm a priest, I don't want to be a full-fledged therapist also. So I really want to become a supporting hand, a minimalistic, 10%, 20%. എൻ്റെ ആളുകളെ സഹായിക്കാൻ, ഇടവക ആളുകളെ സഹായിക്കാൻ. So you people bring to me for therapy sessions. ഞാൻ ഒരു കാര്യം അച്ഛനെ Online, offline. Yeah. എനിക്കൊരു സംശയമില്ല, അച്ഛന് ഇടവേള ശുശ്രൂഷയുടെ കൂടെ ഇടവേള ജനങ്ങൾക്ക് വേണ്ടിയാണോ പുറത്തുള്ളവർക്ക് വേണ്ടിയും? No, there are different people guide. ഇടവകയിൽ ആളുകൾ വരുന്നവരുണ്ട്, വെളിയിൽ നിന്ന് വരുന്നവരുണ്ട്, അക്രൈസ്തവരുണ്ട്, മുസ്ലിംസ് ഉണ്ട്. Therapy is nothing Christian. Therapy is all secular. ക്ലയന്റ് ആരെ കിട്ടിയാലും മതി. Somebody who is needy, somebody is willing to change, somebody is willing to heal themselves. അവർക്ക് നമ്മുടെ കൂടെ വന്നാൽ it's a long process. So it's not a magic that I do. Therapy is a slow process, almost like physiotherapy, occupational therapy. It's a long process. ഒരു കാര്യം ചോദിച്ചാൽ, ഇപ്പോൾ ഞാനിപ്പോ ഒരു കൗൺസിലിങ്ങിനോ തെറാപ്പിക്ക് വേണ്ടി ഒരാളെ ഞാൻ കൊണ്ടുവരുമോ, എത്ര സിറ്റിംഗ് വേണ്ടി വരും ഉദ്ദേശം? It depends upon the depth of the case. ചില മനുഷ്യർക്ക് 1-2 സെഷനൊക്കെ മതിയാവാം. For example, എൻ്റെ അടുത്ത് ഒരാൾ വന്നു, they had a child abuse, hostile abuse, sexual abuse case. അതിനൊരു 2 സെഷൻ കഴിഞ്ഞപ്പോൾ തന്നെ he got healed actually. So he came with a trauma. I could heal him 2-3 sessions after. എന്നാലൊരു family problems, family issues, couples issues, sexual problems, it all takes long time. So we do not know how many sessions. Usually 6-7 sessions ഒക്കെ തീരണം. പക്ഷേ it won't happen. As they open up the case, they will have more luggages to put in. അവരുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ it will be connected to the in-laws, connected to the cousins, connected to the previous this and that. When we bring it out, sessions തുടരുമ്പോൾ അതിങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. So we do not know. It depends upon the depth of your issue. അങ്ങനെയാണ് ഇതിന്റെ സെഷൻസ് നീണ്ടുപോകുന്നത്. നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്യും ഓരോ സെഷൻസും, വെർബാറ്റിം എഴുതി. വെർബാറ്റിം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡയലോഗ്സ്, വി വിൽ റൈറ്റ് എവറിത്തിങ്. നിങ്ങൾ പറഞ്ഞ എല്ലാം എഴുതിയെടുക്കും. എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യും. നിങ്ങളുടെ വെർബാറ്റിമിനെ വർക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പാറ്റേൺ ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടയ്ക്ക് എഡ്യൂക്കേഷണൽ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ ഇടയ്ക്ക് ചോദിച്ചത്. അപ്പൊ അച്ഛൻ്റെ എഡ്യൂക്കേഷന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു, അങ്ങനെ ഏതൊക്കെ ഡിഗ്രിയാണ്, ഏതൊക്കെ? ഞാൻ പറഞ്ഞല്ലോ, BA MA ലിറ്ററേച്ചർ ആയിരുന്നു, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് BD പഠിച്ചു, തിയോളജിയാണ് 4 years. അത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ ഫാമിലി തെറപ്പി പഠിച്ചത്, MSc ഫാമിലി തെറപ്പി ആൻഡ് കൗൺസിലിംഗ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് MSc സൈക്കോളജി, PG ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറപ്പി, PG diploma in counseling and psychopathology from Counsel India. So diplomas in different things like adolescence counseling, child psychology, sex and gender, and neuro-linguistic programming, which is a wonderful course. NLP, neuro-linguistic programming. I did 3 levels of NLP, and now I am doing doctoral studies in family therapy, working on conjoined family therapy of Virginia Satir. എങ്ങനെയുള്ള ക്ലയൻസ് ആണ് സാധാരണ കൂടുതൽ അച്ഛനെ സമീപിക്കാറുള്ളത്? എന്നെ സമീപിക്കുന്ന ക്ലയൻസ് പലതാണ് ആക്ച്വലി. പക്ഷെ ഞാൻ എല്ലാം എടുക്കത്തില്ല. ഐ കനോട്ട് ടേക്ക് എവറിബഡി. ഐ കൻ ടേക്ക് ഓൺലി വാട്ട് ഐ ക്യാൻ. For a psychiatric case, I cannot take a psychiatric case. What I can do is I'll guide them to a psychiatrist. For example, a girl came to me with pica disease. Pica is like eating paper, inanimate objects, eating nails, eating hair. So, but it's too much of problems, but that which I could not handle. So I guided them to a psychiatrist. So they had to do. So they have clinical practitioners in their hospitals. അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ. എന്നാൽ ഡോക്ടേഴ്സിന്റെ ഗൈഡൻസിൽ നമുക്ക് തെറാപ്പി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. I have doctors guide me to do this therapy for this patient. So അതൊക്കെ നമുക്ക് ചെയ്യാം ബേസിക്കലി, പക്ഷേ with their permission. So നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റാത്ത നമ്മൾ എടുക്കത്തില്ല. എടുക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഫാമിലി തെറാപ്പി ഇഷ്യൂസ്, psychological problems, for example drug addiction problems, പിന്നെ ഈ child abuse traumas, any mental traumas in which you cannot handle, we can sort it out. Nothing psychiatrical. Okay. ഇപ്പോൾ തന്നെ ഞാൻ അല്പം പേടിച്ചിട്ടാണ് അച്ഛൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, തെറാപ്പി ചെയ്യുന്നവർ നമ്മളെ നോക്കിയിട്ട്, മുഖത്ത് നോക്കിയിട്ട് അവരുടെ മൈൻഡ് മൊത്തം റീഡ് ചെയ്യും. എനിക്ക് തോന്നുന്നു
ഇത്രയും സമയം ഇരുന്നപ്പോൾ ഞാനങ്ങ് അച്ഛൻ മനസ്സിലാക്കി എന്നെ കഴിഞ്ഞു എന്നല്ലേ? മൊത്തം റീഡ് ചെയ്ത് എന്റെ മനസ്സ് മൊത്തം റീഡ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു. അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ അച്ഛൻ? അതൊരു നല്ല ചോദ്യമാണ്. എങ്ങനെയാണ്? അല്ല ആക്ച്വലി അങ്ങനെ ഉള്ളതാണോ അത്? യെസ്, ഇറ്റ് ഈസ് ദയർ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? വി റീഡ് യുവർ മൈൻഡ്. ഓക്കെ, ഓ. എന്നാൽ ഞങ്ങൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ആ. എങ്ങനെയാണ് ഒരു തെറപ്പിസ്റ്റ് ഒരാളുടെ മൈൻഡ് റീഡ് ചെയ്യുന്നത്? ഞങ്ങൾക്ക് മാജിക്കൽ പവർ ഒന്നുമില്ല. നിങ്ങളെ കണ്ട് സ്കാൻ ചെയ്യാനുള്ള പവർ ഒന്നും ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങൾക്ക് കുറെ ടൂൾസ് ഉണ്ട്. ടൂൾസ് അതിൽ ഒന്നാമത്തെ ടൂളാണ് NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. അച്ഛൻ പറഞ്ഞു മാജിക്കൽ കഴിവൊന്നും ഇല്ലെന്ന് പറഞ്ഞു. എങ്കിലും ഈ മനസ്സിനകത്തുള്ള കാര്യങ്ങള്, മനസ്സ് എന്നൊരു അവയവമല്ലല്ലോ, കീറുമുടിക്കാനായിട്ടൊരു അവയവമല്ല. ഓക്കെ, മനസ്സെന്ന് പറയുന്നത് താങ്കളുടെ ശരീരം, ബോഡി ലാംഗ്വേജ്, തല അനക്കുന്നത്, കൈ പിടിച്ചിരിക്കുന്നത്, വാക്കുകൾ, ഉപയോഗിക്കുന്ന ഡിക്ഷൻ, ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഘനം, വാക്കുകളുടെ ടോണ്, ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ, ചോദ്യം ഇതാണ്, ഞങ്ങൾക്ക് മനസ്സിലാവുമോ? ഉം. നിങ്ങളെ ഞങ്ങളുടെ കൂടെ തെറാപ്പിക്ക് വന്നാൽ വെറുതെ ഒന്ന് കണ്ടാൽ മനസ്സിലാവത്തില്ല പെട്ടെന്ന്. അതൊരു റോങ് ഫൈൻഡിങ്സും ആയിരിക്കും ഞങ്ങൾ ചെയ്താൽ തന്നെ. കുറച്ചൊക്കെ മനസ്സിലാവും നിങ്ങളുടെ പേഴ്സണാലിറ്റി, അപ്പിയറൻസ്. ഒരു 30 to 40% എൻ്റെ ഒബ്സർവേഷൻ ആണ്, മനസ്സിലായേക്കാം. കാരണം ഞങ്ങളിത് ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റി ആയതുകൊണ്ട് അതിനകത്തൊരു പ്രോബബിലിറ്റി, അയാളെ പോലെ ആയിരിക്കാം ഇയാൾ എന്ന് ഗസ് ചെയ്യുന്നതാണ്. ആക്ച്വലി സയന്റിഫിക് അല്ല, ദാറ്റ്സ് നോട്ട് എ സയന്റിഫിക് ഒബ്സർവേഷൻ. അങ്ങനെ ഒരു തെറപ്പിസ്റ്റ് ചെയ്യാനും പാടില്ല. തെറപ്പിസ്റ്റ് ആ ആളിനെ അനലൈസ് ചെയ്ത് പഠിച്ച് പല മെഷറിംഗ് സ്കെയിൽസ് ഉണ്ട്, അതിൽ കൂടി ആളെ കയറ്റിവിടണം. അതിലൊരു മെഷറിംഗ് സ്കെയിലാണ് ഈ NLP എന്ന് പറയുന്നത്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ ഇത് ഓൾറെഡി സ്റ്റോർഡ് ആണ്, നിങ്ങളുടെ ആക്ഷൻസ് സ്റ്റോർഡ് ആണ് ബ്രെയിനിൽ. ഇതെല്ലാം കണക്റ്റഡ് ആണ്. ആക്ച്വലി നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, ഐ മൂവ്മെന്റ്സ്, ഹെഡ് ഷേക്കിങ്, നിങ്ങളുടെ കൈ, നിങ്ങളുടെ നടത്തം, നിങ്ങളുടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന വാക്കുകൾ. ഫോർ എക്സാമ്പിൾ, സ്നേഹം എന്നൊരു വാക്ക് വരുന്നു. സ്നേഹം എന്ന ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സ്നേഹത്തിന് പകരം പല വാക്കുണ്ട്. സോ യു ബ്രെയിൻ വിൽ ചൂസ് സ്നേഹം, പ്രേമം, പ്രണയം, ഇങ്ങനെ പലതുണ്ട്. നമുക്കിത് ഈ വാക്കുകൾ ചൂസ് ചെയ്യാണ് ബ്രെയിൻ ചെയ്യുന്നത്. സോ വി അനലൈസ് യുവർ ഡിക്ഷൻ. ഡിക്ഷൻ എന്ന് വെച്ചാൽ സംസാരത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, അതിന്റെ ഘനം, അതിന്റെ നിറം, ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യും. ഇറ്റ്സ് എ ലോങ് പ്രോസസ്. അത് തെറാപ്പിക്ക് വരുമ്പോഴാണ് നമ്മൾ അനലൈസ് ചെയ്തത്. അപ്പോൾ വി വിൽ കം ടു നോ വാട്ട് കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി യു ആർ. അത് അബ്സല്യൂട്ട്ലി 100% ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് കണ്ടാലും അടിമുടി മനസ്സിലാക്കും എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. പിന്നെ ഒരു ഡോക്ടർ കേട്ടിട്ടില്ല, ഡോക്ടർ തൊട്ട് നോക്കിയാൽ അത് ഡോക്ടർക്ക് പനിയുണ്ടോ എന്ന് പറയുന്നത് പോലെ കുറെ കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇത് ചെയ്ത് കുറെ കഴിയുമ്പോൾ നമുക്കൊരു ആവറേജ് കാര്യങ്ങളൊക്കെ ചില ഡോക്ടേഴ്സ് തൊട്ടും കണ്ടും മനസ്സിലാക്കുന്നത് പോലെ ഇയാളുടെ ദോഷം ഇതൊക്കെയാണെന്ന്, ബൈപോളർ ആണോ, സ്കിസോഫ്രീനിയ ആണോ. അതാണ് ചില ഡോക്ടറെ കൈപ്പുണ്യം എന്ന് കേട്ടിട്ടുണ്ട്. കൈപ്പുണ്യം വേറെ, ഇത് വേറെ. കൈപ്പുണ്യം എന്ന് വെച്ചാൽ ആളുടെ ട്രീറ്റ്മെന്റിന്റെ ഗുണമാണ് ആക്ച്വലി. അതിൽ തൊട്ടിട്ടുള്ള കൈപ്പുണ്യം എന്ന് വെച്ചാൽ ആ ആളുടെ എബിലിറ്റിയാണ് ആക്ച്വലി. എന്നാൽ തൊട്ട് മനസ്സിലാക്കുന്നത് അത് എക്സ്പീരിയൻസ് വെച്ചാണ്. കുറെ കാലങ്ങൾ, താങ്കളൊരു ഇന്റർവ്യൂർ ആണ്, കുറെ കാലം ഇന്റർവ്യൂ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഇത് കാണാപ്പാടാവും. വീഡിയോ എടുക്കുന്നു, കാണാപ്പാടാവും. അതുപോലെ ഞങ്ങൾക്ക് ഇതൊരു ശീലമാകും. അങ്ങനെയാണ് ഇത് ഞങ്ങൾ ഹാൻഡിൽ ചെയ്തത്. ആക്ച്വലി ഇതുകൊണ്ടുള്ള പ്രത്യേക ഗുണങ്ങൾ എന്താണ്? ഈ ഒരു കാര്യങ്ങളിൽ കൂടെ ജനങ്ങൾക്ക്, ഈ വരുന്ന ക്ലയൻസിന് ഏതെല്ലാം രീതിയിലുള്ള ഗുണങ്ങളാണ് ഇതിനകത്ത് വരുന്നത്? ചോദ്യത്തിനകത്ത് ഉദ്ദേശിച്ചത് എൻ്റെ അടുത്ത് വരുന്ന ക്ലയന്റിന് എന്ത് ഗുണം കിട്ടുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓരോ ക്ലയന്റും വരുന്ന ഓരോ രീതിയിലാണല്ലോ. ചിലർക്ക് എന്തെങ്കിലും മെന്റൽ ബ്ലോക്ക് കാണും, ചിലർക്ക് എന്തെങ്കിലും ചൈൽഡ് അബ്യൂസ് കാണും, ചിലർക്ക് എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് കാണും, ചിലർക്ക് സെക്ഷൽ പ്രോബ്ലംസ് ആവാം, ചിലർക്ക് ഇൻലോസിന്റെ ഇടപെടുന്ന പ്രോബ്ലംസ് ആവാം, ചിലർക്ക് സോഷ്യൽ പ്രോബ്ലംസ് ആവാം, ചിലർക്ക് ഫിനാൻഷ്യൽ വറീസ് ആവാം, സൂയിസൈഡ് ടെൻഡൻസി ആവാം. ഈ തരത്തിലുള്ള എല്ലാ കേസുകളും അച്ഛനത് വന്നിട്ടുണ്ടല്ലോ, പല കേസുകളാണല്ലോ. ഏതെങ്കിലും കേസ് സക്സസ് ആവാതെ കേസുകളുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. എത്ര കേസ് സക്സസ് ആകും? എല്ലാ കേസും സക്സസ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത്, നമ്മളെ കൊണ്ട് നമ്മൾ ആദ്യമേ അനലൈസ് ചെയ്യും, ഇത് എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ. കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ വി വിൽ ഡയറക്ട് ദം ടു അതർ പീപ്പിൾ, ലൈക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ക്ലിനിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ് വർക്ക് ചെയ്യുന്ന സൈക്കാട്രിസ്റ്റ് ഡോക്ടേഴ്സ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ പല വഴിക്ക് നമ്മൾ ഹോസ്പിറ്റൽ സെറ്റപ്പിലേക്ക് ഗൈഡ് ചെയ്യാറുണ്ട്. ആക്ച്വലി നമുക്കൊരു നോൺ ഹോസ്പിറ്റൽ സെറ്റപ്പിൽ വർക്ക് ചെയ്യാൻ പറ്റും. വി ക്യാൻ വർക്ക് ഓൺലി ഓൺ സൈക്കോളജി, നോട്ട് ഓൺ സൈക്കാട്രി, നോട്ട് ഓൺ മെഡിക്കേഷൻസ്. അതൊക്കെ വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് അവർ നമ്മൾ ദിസ് ഐ ക്യാൻ ഹാൻഡിൽ എന്ന് പറഞ്ഞ് നമ്മൾ ഗൈഡ് ചെയ്യും.
ഇതിനകത്ത് കൂടുതൽ ഗൈഡൻസും മറ്റു കാര്യം ഇതിനകത്ത് മരുന്ന് മെഡിസിൻസ് അങ്ങനെ No, 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 no. We cannot prescribe any medicines. പക്ഷെ we will learn medicines. നമ്മൾ കുറെ കഴിയുമ്പോൾ ആവശ്യമുള്ളവർക്ക് no. We cannot. We are not supposed. We cannot prescribe. Even though we know certain things, we cannot prescribe. So we have psychiatrists. We will guide them to psychiatrists. Psychiatrists will prescribe medications. And psychiatrists will prescribe therapy also. എനിക്ക് ക്ലയൻസ് ഒക്കെ വരുമ്പോൾ സൈക്കാട്രിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന തെറപ്പി ഞാൻ എടുത്തു കൊടുക്കാറുണ്ട്. എനിക്ക് സൈക്കാട്രിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട്, ഫ്രണ്ട്സ്. സോ ദേ ഗൈഡ്, ബിക്കോസ് അവർക്ക് ഇത് ചെയ്യാനുള്ള സമയമില്ല. ദേ ഡോണ്ട് ഹാവ് ടൈം ഫോർ ദിസ്. നമ്മളൊരിക്കലും ഒരു പക്ഷേ എന്നാൽ നമുക്കും അറിയണം മരുന്ന് എങ്ങനെ എഫക്ട് ചെയ്യുന്നു അറിയണം, എൻ്റെ ബയോളജി പാർട്ട് അറിയണം. ഹൗ ദിസ് മെഡിസിൻ അഫക്റ്റിംഗ് ദെയർ ബ്രെയിൻ, സൈഡ് എഫക്ട്സ് എന്താണെന്നൊക്കെ നമ്മൾ അറിയണം. കാര്യം ഈ ഒരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും തെറപ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇയാൾ. അപ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളൊക്കെ നമ്മൾ അറിയണം. So we should know the therapeutical effect of the medicine, therapeutical effect of the therapy, and therapeutical effect of the family also. ഇതെല്ലാം കണക്ട് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി. അപ്പൊ എല്ലാ ക്ലയൻസിനും ട്രീറ്റ്മെന്റിന് വേണ്ടി അച്ഛൻ്റെ അടുത്ത് വരണമെന്നോ ഓൺലൈനായിട്ട് അങ്ങനെ ഇതിലുണ്ടോ? കൗൺസിലിംഗ് ചെയ്യുന്നത് നമുക്ക് ഓൺലൈൻ ചെയ്യാം, ഓഫ്ലൈൻ ചെയ്യാം, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പീപ്പിൾസ് ടൈം. ഓൺലൈൻ തെറപ്പി ചെയ്യുന്നതിന്റെ ഗുണം, ഫോർ എക്സാമ്പിൾ എല്ലാ കേസും ഒക്കത്തില്ല, മൈൽഡ് കേസസ് ഒക്കെ ഓൺലൈൻ ചെയ്യാം, ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഓൺലൈൻ ചെയ്യാം. ഓൺലൈനിൽ ഗുണം അവർക്ക് ടൈം സേവ് ചെയ്യാം, എനർജി സേവ് ചെയ്യാം, മണി സേവ് ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അതിനകത്തുണ്ട് ആക്ച്വലി. എന്നാൽ ഓഫ്ലൈൻ തെറപ്പിയാണ് എപ്പോഴും എഫക്റ്റീവ്. അവിടെയാണ് നമുക്ക് തെറപ്യൂട്ടിക് ടൂൾസ് ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുക. അപ്പൊ നമുക്കൊരു മെറ്റീരിയലിസ്റ്റിക് ടൂൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, റോൾ പ്ലേ പോലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, വി നീഡ് പീപ്പിൾ ടു കം ഫിസിക്കലി. പക്ഷെ അതൊരു വലിയ പ്രയാസമുള്ള കാര്യമാണ് ഫിസിക്കലി വരിക എന്നുള്ളത്. ഒരു ഫാമിലി തെറപ്പിക്ക് ഇൻലോസ് വേണം, പിന്നെ പേരൻസ് വേണം, പിന്നെ കപ്പിൾ വേണം, ചിൽഡ്രൻ വേണം. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ബ്രിങ് ഓൾ ടുഗെദർ. വെസ്റ്റേൺ കൺട്രീസിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലൊന്നും ആളുകൾ വരത്തില്ല. അറ്റ്ലീസ്റ്റ് ഓൺലൈൻ എങ്കിലും വിളിച്ചാൽ അവർ വരും. സോ നമുക്ക് അതുകൊണ്ട് ഓൺലൈനും ഓഫ്ലൈനും നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന തടസ്സമില്ല എന്നാണ് ഇത്. പക്ഷെ എന്നാലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓഫ്ലൈൻ ആയിരിക്കണം കഴിവതും. അച്ഛൻ ബോംബെയിലാണെന്ന് പറയും. ബോംബെയിൽ എവിടെയാണ് ഇപ്പോൾ? ഇവിടെ ബോംബെയിൽ വി ഹാവ് എ കൗൺസിലിംഗ് സെന്റർ അറ്റ് വാശി, ചർച്ചിന്റെ കൗൺസിലിംഗ് സെന്റർ വാശിയില്. പിന്നെ ഇവിടെ പിന്നെ there are people coming ഓൺലൈൻ അങ്ങനെയൊക്കെ. അച്ഛനെ നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാ? നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പറിൽ വിളിച്ചാൽ മതി. യെസ്. വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അച്ഛൻ, ഞാൻ പറഞ്ഞല്ലോ, ഐ എം നോട്ട് എ ഫുൾ ഫ്ലെഡ്ജ് പ്രാക്ടീഷണർ. സോ my priority is ministry. Then of course this is to help other people. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Yes. So welcome your comments. You can put your comments. താഴെ കമന്റ്സ് ഇടാം, അല്ലെങ്കിൽ സാറിനോട് നേരിട്ട് ചോദിക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ടൊക്കെ അഡ്രസ് ചെയ്യാം. ഐ ബിലീവ് ദാറ്റ് ദിസ് വിൽ ബിക്കം എ ഫ്രൂട്ട്ഫുൾ ആക്ടിവിറ്റി. ആർക്കെങ്കിലും ഗുണപ്പെടട്ടെ, എവിടെങ്കിലുമൊക്കെ ഗുണപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഫാമിലി തെറപ്പിയുടെയും സൈക്കോതെറാപ്പിയുടെയും പ്ലാറ്റ്ഫോം ഈസ് ബീങ് ഓപ്പൺ ഫോർ ഓൾ നൗ. സാധാരണക്കാർക്ക് ഗുണപ്പെടട്ടെ എന്ന് കരുതി തന്നെയാണ് ചെയ്യുന്നത്. തെറാപ്പിസ്റ്റിനെ കാണാൻ പറ്റാത്തവർക്ക്, പോകാൻ പറ്റാത്തവർക്ക്, അതിനുള്ള സാഹചര്യം ഇല്ലാത്തവർക്ക് ഇത് ഗുണപ്പെടട്ടെ എന്ന് കരുതിയാണ് ഈ ഒരു അറ്റംപ്റ്റ് ചെയ്യുന്നത്. താങ്ക് യു സർ. കൗൺസിലിംഗ്, ഫാമിലി ആൻഡ് സൈക്കോതെറാപ്പി, മെന്റൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ അച്ഛനുമായിട്ട് നേരിട്ട് സംസാരിക്കാവുന്നതാണ്. ഇന്ന് തന്നെ വിളിക്കുക. താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സർവശക്തനായ ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.